ഞാൻ കണ്ടിട്ടില്ല കേട്ടോ യാഗം. നിങ്ങളാരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ശരി, അശ്വമേധം കണ്ടവരുണ്ടെങ്കിൽ. അതും സത്യസന്ധമായി പറയാലോ, ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ കാണുക പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ല. നമ്മളീ കാണുന്നതൊക്കെ അശാസ്ത്രീയമായിട്ടാണ്. അതാരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, മറിച്ച് ഇന്ന് രാജാവുണ്ടോ? ഇല്ല. രാജാവ് ചക്രവർത്തി ആവാനൊക്കെയാണല്ലോ അശ്വമേധം നടത്തുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി അശ്വമേധം നടത്തുക പറഞ്ഞാൽ അങ്ങനെയൊക്കെ പതിവുണ്ട്. അത് ശാസ്ത്രീയ എന്ന് പറയാൻ വയ്യല്ല. മനസ്സിലായില്ല? ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടാക്കിയിട്ടോ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടോ ഒക്കെ അശ്വമേധം ചെയ്തു പറഞ്ഞാൽ അത് ശാസ്ത്രീയമാണെന്ന് എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. അല്ലാന്ന് കുറ്റപ്പെടുത്തി എന്ന് ആരും ആക്ഷേപിച്ചേക്കരുത്. കാരണം രാജാക്കന്മാരാണ് അശ്വമേധം ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ അശ്വമേധം ചെയ്യാൻ കഴിയുക നമ്മുടെ UAE-യിലോ ഖത്താറിലോ അവർക്കൊക്കെ ചെയ്യാം. ദോഹ അല്ലേ, അവർക്കൊക്കെ ചെയ്യാം. അവർക്ക് രാജാക്കന്മാർ, കുവൈറ്റ്, പൊതുവെ അറബി രാജ്യങ്ങളിലൊക്കെ ചെയ്യും. അവിടെയൊക്കെ രാജാക്കന്മാർ തന്നെയാണ് ഭരിക്കുന്നത്. നേപ്പാളിലുണ്ടായിരുന്നു, അതും പോയി. ഇപ്പോൾ ഇവിടെ വേറെ എവിടെയില്ല എൻ്റെ അറിവിൽ. ഉണ്ട്, ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു രാജാവ് പേരിന്. ഇംഗ്ലണ്ടിൽ പേരിന് രാജ്ഞിയുണ്ട്, പേരിന് രാജ്ഞിയുണ്ട്. അത് ശരിയാ. ശരി.